നമസ്കാരം. ഡി ഫോർമാൻ ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നിത്യഹരിത നായകൻ ശ്രീ പ്രേംനസീറിനെ കുറിച്ചുള്ള പ്രേംനസീർ സ്മരണ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് പ്രേംനസീർ സ്മരണയിൽ വളരെ വ്യത്യസ്തമായ മറ്റൊരു കഥയുമായി ചാനൽ ആങ്കർ കൂടിയായ ശ്രീ ഷെരീഫ് കലവൂർ സാറാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ. നമസ്കാരം. ഇതിപ്പോൾ പറയാൻ പോകുന്നത് ആ ഒരു വലിയ മനുഷ്യനെ കുറിച്ചാണ്. പ്രേം നസീർ എന്ന് പറഞ്ഞ ആ മഹാമനുഷ്യനെ കുറിച്ച് 1975 കാലഘട്ടം ഉദയ സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് നടക്കുന്നത്. 75 ദുർഗ, ആരോമലുണ്ണി, പിന്നെ പൊന്നാമരം കോട്ട, ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അത് ഒരുപാട് നടികളും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ അവിടെ ആ ക്ഷേത്രത്തിന് ആ സ്റ്റുഡിയോയുടെ നേരെ വടക്കേറ്റം വലിയ കലവൂർ ക്ഷേത്രമാണ്. ആലപ്പുഴയിൽ നിന്ന് 5 കിലോമീറ്റർ. വലിയ ക്ഷേത്രത്തിൽ 2 കുട്ടികളിരിക്കുന്നു. ഒരു 15-16 വയസ്സുള്ള ജഗത് കൃഷ്ണ, അതായത് ഗോപിനാഥൻ നായരും ഒരു പാരലൽ ഗോപിനാഥൻ നായരും പിന്നെ തോട്ടത്തിൽ പിന്നെ ഒരു സുരേന്ദ്രനും, ഇവർ 2 പിള്ളേരിക്കുന്നു. അപ്പോൾ മല്ലിക ചേച്ചി അവിടെ തൊഴാൻ ചെല്ലണം, ഒരു പുഷ്പാഞ്ജലി നടത്തണം. മല്ലിക ചേച്ചി ഈ പിള്ളേർ പറഞ്ഞ്, ചേച്ചി ഇത് കേടായിപ്പോയി, ഞങ്ങൾക്ക് നന്നാക്കി തരുവാ അമ്പലത്തിൽ. ഞാനെന്തായാലും പിള്ളേരെ നിങ്ങൾ സ്റ്റുഡിയോയിലിട്ട് പോവാം. ഇവർ 2 സ്റ്റുഡിയോ പ്രേം നസീർ സാറ് ഷൂട്ടിങ്ങിൻ്റെ തിരക്ക് ഇച്ചിരി കഴിയിട്ട് സംസാരിക്കുക. അദ്ദേഹം ആ വലിയ മനുഷ്യൻ ഇപ്പോഴും നടന്മാരെ തല്ലി ഓടിക്കും, പോലീസുകാരെ കൊണ്ടുപോയി. ഈ പിള്ളേർ ഷൂട്ടിങ് കഴിയുന്നവരായിരുന്നു. നാളെ വരാൻ പറഞ്ഞ് നാളെ ചെന്നപ്പോഴും തിരക്ക്. അവിടെ ഇരുന്നു. ഇദ്ദേഹം ഇറങ്ങി വെച്ചാൽ എന്താ കാര്യം, ഞാൻ വലിയൊരു അമ്പലത്തിലേക്ക് ഒരു മേയ്ക്ക് വേണം സാറേ. അപ്പം ഞാൻ കൊടുത്തല്ല, അത് കേടായിപ്പോയി സാർ. 68 കൊടുത്തത്, കേടായിപ്പോയി. ഇപ്പം എന്ത് വേണം, നന്നാക്കണം. പുതിയത് എന്ത് വില വരും? 250 രൂപ വരും. അഹൂജാടം 250 രൂപ സാറ് കൊടുത്തു. ഒരു 150 രൂപ വേറെ ആരാണ്ട് കൊടുത്തു. ഈ മല്ലിക ചേച്ചി കൊടുത്തു. 401 രൂപ കൊടുത്ത് അത് മേടിച്ച്. വിജയശ്രീക്ക് വേണ്ടിയിട്ടായിരുന്നു പുഷ്പാഞ്ജലി നടത്താൻ അവിടെ വന്നത്. ഇപ്പോഴുള്ള നടന്മാർ നിർമ്മിതാക്കളെ ചതിച്ചും കൊള്ളയടിച്ചും വീട്ടിൽ കഞ്ഞി വെക്കാതെയും ഇരുന്നാലും അവരെ കൈതിരിച്ച് കാശ് മേടിച്ച് അണ്ടപടല മേടിച്ചിട്ട് അത്താഴപ്പട്ടിക്കാരൻ 150 രൂപ പോയി കൊടുത്ത് സിനിമ കാണും. എന്നിട്ട് അവൻ്റെ യൂട്യൂബിൽ പിന്നെ കളിയാക്കും പോലെ മെഗാസ്റ്റാറിൻ്റെ കാർ കളക്ഷൻ, മെഗാസ്റ്റാറിൻ്റെ വാച്ച് കളക്ഷൻ. ഇവൻ്റെ വീട്ടിൽ സിനിമ കണ്ടവൻ്റെ വീട്ടിൽ കഞ്ഞി വെച്ചിട്ടില്ല. നിർമ്മാതാവ് നാട് വിട്ട് ആ ഒരു കാലഘട്ടമാണ് ഇത്. നസീർ അതല്ല, ഒരു കാർ ഉപയോഗിക്കും, കുറേ കാലം കഴിയുമ്പോൾ ആരെങ്കിലും എടുക്കാനും കൊടുത്തിട്ട് വേറൊരു വണ്ടി മേടിക്കും, സ്വന്തമായിട്ടിരിക്കണം. ഇദ്ദേഹമാണ് നടന്മാരെ നിലനിർത്തിയിരിക്കണം. അന്ന് നിർമ്മാതാക്കളൊന്നും കൊടുക്കില്ല. കുഞ്ചാക്കോ സാറിനെ സംബന്ധിച്ചോളം കപ്പയും മീനും കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും തക്കാപ്പിച്ച് കൊടുക്കും. ഇവർക്കൊക്കെ കൊടുക്കണ 25,000 ദാനധർമ്മം ചെയ്യുന്നത്. ജയൻ സാറ് ആനപ്പാച്ചൻ 76 കുഞ്ചാക്കോ മരിക്കുന്ന മുമ്പ് ആനപ്പാച്ചൻ സിനിമ ഷൂട്ട് ചെയ്യാൻ വന്നപ്പം നസീർ സാറാണ് ഫുള്ള് പ്രൊട്ടക്ഷൻ ചെയ്ത് അദ്ദേഹത്തിന് അവിടെ ഒരു ഉപനായകനെ പോലെ വില്ലനാക്കിയത്. ജയൻ സാറ് നന്നായിട്ട് അഭിനയം കണ്ടിട്ട് പിന്നെ നസീർ സാർ അദ്ദേഹത്തെ വിട്ടിട്ടില്ല. ജയൻ സാറിൻ്റെ മരണം വരെ നസീർ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലെ നടന്മാരാണെങ്കിൽ പൊങ്ങി വരാൻ ഒരിക്കലും സമ്മതിക്കില്ല. അത്ര ദൈവതുല്യനായ ഒരു മനുഷ്യനായിരുന്നു നസീർ സാറ്. ആ ക്ഷേത്രത്തിൽ 2 പ്രാവശ്യം മേക്ക് മേടിച്ചു കൊടുത്തു. വലിയ കലവൂർ ക്ഷേത്രം. വലിയൊരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഗോപിനാഥൻ നായർ എന്ന് പറഞ്ഞാൽ 15 വയസ്സുള്ള കുട്ടിയാണ് ചെന്നത്. മറ്റുള്ള നടന്മാരുടെ വലിയ ആൾക്കാർ ചെല്ലാം, കാർ കൊടുത്തോണ്ട് ചെല്ലാം. കൂടെ ഉണ്ടായിരുന്ന ഒരു സുരേന്ദ്രൻ, മഠത്തിൽ സുരേന്ദ്രൻ. ഇവർക്ക് 2 പേർക്ക് 401 രൂപ. 400 രൂപ എന്ന് പറയുമ്പം ഇന്നത്തെ ഒരു 40,000 രൂപയുടെ മേളിൽ മൂല്യം നിൽക്കും. അതുകൊണ്ട് മേടിച്ച എന്താണ് മനുഷ്യൻ. ഉദയ സ്റ്റുഡിയോയിലാണ് സംഭവം. ഇത് ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ നസീർ സാറിന് പറയാനുണ്ട്. അതൊക്കെ പറയാം വീണ്ടും. നമസ്കാരം.